ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ നാട്ടിൽ വീടിൻ്റെ അടുത്ത് കുണ്ടത്തുംകാവ് എന്ന് പറയും. അവിടുത്തെ ഇളങ്കോലാണ്. ഇത് തെയ്യത്തിൻ്റെ പേരാണ് ഇളങ്കോലം. എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നും അറിയില്ല. നമ്മളന്നേരം എല്ലാ വർഷവും കുണ്ടത്തുംകാവിൽ തെയ്യമുണ്ട്, ഇളങ്കോലുണ്ട് എന്നിട്ട് നോട്ടീസൊക്കെ കൊണ്ടുവരുമല്ലോ തെയ്യമുണ്ട്. അപ്പോൾ അതിൽ ഇത്ര മണിക്കാണ് ഇളങ്കോലം എന്നൊക്കെ പറയുമ്പോൾ നമ്മളന്ന് പോകുന്ന ദിവസം അല്ലെ തലേ ദിവസമേ അയൽപക്കത്തുള്ള ആൾക്കാരും എല്ലാവരും എത്ര മണിക്കാണ് പോകുന്നതെന്നൊക്കെ ചോദിച്ച് ആ കൃത്യസമയത്ത് എല്ലാവരും ഒത്തുകൂടി നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ആവേശം കണ്ടോട്ട് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ആ സമയത്ത് വർത്തമാനം പറയാണ്ടിരുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ചെണ്ടകൊട്ടും ഇതെല്ലാം കേൾക്കാൻ നല്ല രസമില്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാർ എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ടാണ് പോകുന്നത്. 4-5 വീട്ടുകാർ തമ്മിൽ പറഞ്ഞ് ഇന്ന സമയത്ത് പോകാമെന്നൊക്കെ പറയുമ്പോൾ റോഡിൽ നിറയെ ഓരോ 4-5 വീട്ടുകാർ അല്ലെങ്കിൽ 2 വീട്ടുകാർ 3 വീട്ടുകാർ അങ്ങനെ കൂട്ടം കൂട്ടായി വർത്തമാനം പറഞ്ഞുകൊണ്ട് കുറേ ദൂരം നടന്നിട്ട് പോകണം കേട്ടോ. പിന്നെ എനിക്കൊന്ന് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അങ്ങനെ നടന്നിട്ട് പോകണം. പിന്നെ അത് ആ നടത്തമൊന്നും നമുക്കറിയില്ല, വർത്തമാനം പറഞ്ഞുകൊണ്ടല്ലേ പോകുന്നത്. എന്നിട്ട് അവിടെ എത്തിയിട്ട് ഇത് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ജസ്റ്റ് എനിക്ക് ആരൊക്കെയോ അയച്ചെന്നൊക്കെ ചെറിയ ചെറിയ പിന്നെ വീഡിയോ ഞാൻ കൂട്ടിച്ചേർത്തിട്ടതാണ് കേട്ടോ. എനിക്കത് അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട്. പിന്നെ ഇങ്ങനെയല്ല പലതരത്തിലുള്ള നൃത്തങ്ങളൊക്കെ ഉണ്ടാവും ഇതിന്. കണ്ണൂർ ജില്ലക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ണൂർ ജില്ല എന്ന് പറയുന്ന തെയ്യങ്ങളെ നാടാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല നാട് കണ്ണൂർ ജില്ലയെന്ന് എനിക്ക് തോന്നുന്നു. തെയ്യം എന്ന് പറഞ്ഞാൽ ഈ സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാവുകളിലും തെയ്യത്തിൻ്റെ സമയം. അപ്പോൾ നമ്മളിങ്ങനെ പോയിട്ടില്ലേ. ഇപ്പം എല്ലാവരും പറയും ആണുങ്ങൾ ആൺകുട്ടികളെല്ലാം വായിന്നോട്ടെന്ന്. പക്ഷേ നമ്മൾ തെയ്യം കാണലും പിന്നെ ഓരോരാളെടി അവളെ നോക്കണം, അവളെ ചുരിദാർ നോക്കണം, ഇവളെ സാരി നോക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയെല്ലാം ഭയങ്കര സന്തോഷത്തോടെ പോയിട്ട് വരുമ്പോൾ വലിയ ആൾക്കാർ പറയുന്നത് ഈ തെയ്യത്തിൻ്റെ കാര്യങ്ങളാണ്. ഇന്നത്തെ തെയ്യക്കാരന് ഇങ്ങനെ പറയും വള കിട്ടിയ തെയ്യക്കാരനെന്നൊക്കെ. നല്ലോണം തെയ്യം പിന്നെ ഇങ്ങനെ തെയ്യം തുള്ളുന്നവർക്കെല്ലാം ഇങ്ങനെ വളയൊക്കെ സ്വർണത്തിൻ്റെ വളയൊക്കെ അവരെ പിന്നെ അംഗീകരിച്ചുകൊണ്ട് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ചില തെയ്യം ഈ തിരിച്ചൽ കുറവായിരിക്കും. ഈ തലയിലെ മുടി കണ്ട അത് നിലത്ത് മുട്ടത്തക്ക വിധം അവരെ ശരീരം മൊത്തം ഇങ്ങനെ തിരിഞ്ഞില്ല തിരിച്ചലൊക്കെയാണ് ഈ തെയ്യത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ചില പ്രാവശ്യമൊക്കെ പറയും ഇപ്രാവശ്യം തിരിച്ചൽ കുറവാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ തെയ്യക്കാരനല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളെല്ലാം ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടല്ലേ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ആൾക്കാരുടെ ഒരു ശാരീരിക മാനസിക സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ. ഇങ്ങനെ നടന്നിട്ട് പോകുന്നത് ഒരു എക്സസൈസ്, അവിടെ നിന്ന് ഒരുപാട് ആൾക്കാരെ കാണുന്നത് ഒരു പോസിറ്റീവ് എനർജി അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ എനിക്കെപ്പോഴും എനിക്ക് എൻ്റെ നാട്, എനിക്ക് അമ്പലത്തെ പോലെ തെയ്യത്തിന് പോലെ ഉത്സവത്തിന് പോലെ നാട്ടിലെ കല്യാണം കൂടൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടുള്ള നാടാണ് ഇഷ്ടം. പക്ഷേങ്കിൽ കല്യാണത്തിന് മുന്നേ എനിക്ക് കല്യാണം കഴിഞ്ഞ് പുറം നാട്ടിലേക്ക് വരണം, അവിടെ ജീവിക്കണം എന്നായിരുന്നു ആഗ്രഹം. എൻ്റെ ആഗ്രഹം നടന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ട്. ശരിക്കും മിസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഇങ്ങനെയുള്ള സമയത്തൊക്കെ നാട്ടിൽ പോകാം, ഇതിനൊക്കെ പങ്കെടുക്കുക, വരാം, അങ്ങനെയൊക്കെ ചെയ്യാം. ചേട്ടൻ പറയും നീ പോയിക്കോ, ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാം എന്നൊക്കെ പറയും. പക്ഷെ ഞാനങ്ങനെ ഇവരെല്ലാവരും ഒറ്റക്കാക്കി പോകുന്നില്ല.